വർഷത്തിന് മുമ്പ് പ്രവർത്തനരഹിതമായ ഈ ഷോക്ക് അബ്സറുകൾ നിങ്ങൾ നോക്ക്, ഇത്തരത്തിൽ 50-100 ആളുകളെ കൊണ്ടുപോകുന്ന പൊതുജനങ്ങൾ പോകുന്ന ഒരു യാത്ര സ്വീകരിക്കുന്ന ഒരു യാത്രാ മാർഗമാണ് പൊതുഗതാഗതം. ആ പൊതുഗതാഗതത്തിന്റെ ഗതിയാണ് ഇന്ന് കാണുന്നത്. ഈ നമ്മളെ ഗണേശനെ പോലെയുള്ള മന്ത്രിമാർ വന്നപ്പോൾ ഈ സമൂഹത്തിന് മാറ്റം വരുമെന്ന് നമ്മൾ കരുതി. അദ്ദേഹത്തിന്റെ പക്വതയും അദ്ദേഹത്തിന്റെ ഈ ഭരണ മികവും ഒക്കെ നമുക്ക് തെളിയിക്കപ്പെട്ടുള്ള സമൂഹത്തിലാണ്. ഇപ്പോഴും ഇതിന് ഈ ഗണേശനെ പോലുള്ള 1000 മന്ത്രിമാർ ഈ സമൂഹത്തിൽ വന്നാലും ഈ സമൂഹം മാറാൻ പോകുന്നില്ല എന്നുള്ള പൊതുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് മുന്നോട്ട് പോകുന്നതെന്ന് തെളിവാണിത്. നിങ്ങൾ നോക്കണം, ആക്രി വാഹനങ്ങളിൽ പോലും ഉപയോഗിക്കാത്ത ടയറുകളാണ് ഉപയോഗിക്കുന്നത്. ആക്രി വാഹനങ്ങൾ പോലും ഇത്തരത്തിലുള്ള ടയറുകൾ യൂസ് ചെയ്യില്ല. ഇത്തരത്തിലുള്ള ചെങ്കുത്തായ ചെരുവിലൂടെ കടന്നു വരുമ്പം ഇത്തരത്തിൽ ടയർ ഉപയോഗിച്ച അപകടം നടന്നില്ലെങ്കിൽ അത് അത്ഭുതമായി മാറും. വണ്ടി മറിയുന്നുണ്ട്. ആദ്യമേ വന്നതെന്ന് പറഞ്ഞാൽ എഴുകോൺ എക്സൈസിലെ ഓഫീസേഴ്സായിരുന്നു. അത് ആദ്യം വന്ന് ബാക്ക് ഗ്ലാസ് അടിച്ച് ഓടിക്കുന്നത് അല്ല ഡ്രൈവർ ഓവർ സ്പീഡായിരുന്നു. നിതിൻ സാറാണ്. പരിക്കൊക്കെ എങ്ങനെയാണ്? ആളുകൾക്ക് പരിക്ക് വലുതായിട്ടൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ രീതിയിൽ എല്ലാവരും OCC ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ SX ഹോസ്പിറ്റലിൽ രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നല്ലോ ചേട്ടാ. ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഗർഭിണിയായ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ കാലിന് ഫ്രാക്ചർ ഉണ്ടെന്ന് തോന്നുന്നു. മറ്റുള്ള 5-6 പേർക്ക് കൈക്ക് എന്തോ കുഴപ്പമുണ്ട്. ബസ് ഓവർ സ്പീഡ് ഓവർ സ്പീഡായിരുന്നു. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ശബ്ദം കേട്ടോണ്ട് ഓടി വന്നപ്പോൾ ഇത് കണ്ട് ഞങ്ങൾ അവിടുത്തെ CCTV കണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു വാർത്ത എന്നത് 2020 മുതൽ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് കട്ടാണ്. ഇത്തരത്തിൽ 50-100 ആളുകളെ കുത്തി നിറച്ചു കൊണ്ടുവന്ന ഒരു വാഹനത്തിൽ ഇൻഷുറൻസ് പോലും ഇല്ലാതാണ് തൊരിയിൽ ഓടുന്നത്. ഇന്ന് നോക്ക് നിങ്ങൾ, ഈ ടയറിന്റെ അടിഭാഗങ്ങൾ മൊത്തം പൊട്ടിപ്പിളരാൻ കാരണം ഇത് അത്രയും പഴക്കം ചെന്ന ടയറാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്ക്, അത് കഴിഞ്ഞ് വാഹനത്തിന്റെ നോക്ക്, അതായത് ഈ വാഹനത്തിന്റെ ഓയിൽ സീൽ പോയിട്ട് ഹൗസിംഗ് ലീക്കായി തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്, മാസങ്ങളല്ല വർഷങ്ങളായിട്ടുണ്ട്. ഇതുപോലെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് പോലെ എത്തരത്തിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ നോക്കണം. ഇതൊക്കെ പൊതുജനങ്ങളെ കൊണ്ടുപോകുന്ന വാഹനമാണ്. ഷോക്ക് അബ്സറുകൾ പ്രവർത്തനരഹിതമാണ്, ഫ്രണ്ടിലെയും ബാക്കിലെയും. അതുപോലെ ആക്സിൽ ബോൾട്ട് അതൊക്കെ ലൂസായി കിടന്നിട്ടാണ്, ആക്സിൽ ബോൾട്ട് ലൂസായി കിടന്നാണ് ഈ അപകടത്തിന് കാരണമായിരിക്കുന്നത്. ഇപ്പം ഡ്രൈവർമാർ പരിശോധിച്ചിട്ട് പറയാണ്, ഡ്രൈവർമാരാണ് അവര് പരിശോധിച്ച് വിലയിരുത്തി പറയുന്നതാണ്. ഇത് ഒരു ജോയിന്റിൽ ഗ്രീസ് എന്ന് പറയുന്ന ഒരു സാധനം എന്താ, ഇത് പണ്ടങ്ങാണ്ട് വണ്ടി ഇറങ്ങിയപ്പോൾ ഉള്ളതാണ്. തൊഴിലാളിയാണ് നമ്മൾ ബസ്സോട്ട് ഓടുന്നതാണ്. അതാണ് ഇതിനകത്തൊരു ഗ്രീസ് എന്ന് പറയുന്നത്. നമ്മൾ ആഴ്ചയിൽ ഒരു പ്രൈവറ്റ് ബസ്സിനകത്താണെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഗ്രീസ് അടിക്കുന്നതാണ്. ഇതിനകത്ത് ഗ്രീസ് എന്ന് പറയുന്ന സാധനം ഇത് എവിടെ, ഇത് വണ്ടി ഇറങ്ങിയപ്പോഴാണ്ടുള്ളതാണ്.